നമസ്കാരം, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഞാനിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള അത്തിക്ക വെച്ചുള്ള തോരൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ചെറിയ മുത്തുമുത്ത് പോലെ പച്ചക്കളറിലിരിക്കുന്ന കായാണ് അത്തിക്കായ. നമ്മളിതിനെ ക്ലീൻ ചെയ്യുന്നതിനായിട്ട് അതിനെ 4ആയിട്ട് കഷ്ണിച്ച് വീണ്ടും അതിനെ കഷ്ണിച്ച് ചെറിയ പീസുകളായിട്ട് കഷ്ണിച്ച് വെള്ളത്തിനകത്ത് ഇടുക. ഉപയോഗിക്കുന്ന നേരമാകുമ്പോഴത്തേക്കും നമ്മളിതിനെ കഴുകി വാരി എടുക്കുക. ഒരു 3-4 പ്രാവശ്യം കഴുകിയാൽ മതി. ഈ തോരനിൽ ചേർക്കാനുള്ള അരപ്പിന് വേണ്ടി തേങ്ങ വേണം, ഒരു മുളക് എടുത്തിട്ടുണ്ട്, 2 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി, പെരുംജീരകം വേണം, മുളക് പൊടി വേണം, പിന്നെ ലേശം മഞ്ഞൾപ്പൊടി. ചെറിയ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്താണ് നമ്മൾ അത്തിക്കായ് വേവിച്ചെടുക്കുന്നത്. ജാറിനകത്തിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ, എടുത്തു വെച്ചിരിക്കുന്ന ഒരു പച്ചമുളക്, 2 വെളുത്തുള്ളി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1 ടീസ്പൂൺ പെരുംജീരകം. ഇത്രയും ചേർത്ത് നന്നായിട്ട് ചതച്ചെടുക്കാം. വെള്ളത്തിൽ അരിഞ്ഞു വെച്ചിരുന്ന അത്തിക്കായ് കഴുകി വാരി വെച്ചിട്ടുണ്ട്. അതിനകത്തിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 കപ്പ് സവാളയും കൂടെ ചേർക്കുക. അത്തിക്കായ്ക്ക് സമാസമം വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. തോരൻ ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ ചീനിച്ചട്ടിക്കകത്തിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഉഴുന്നുപരിപ്പും ചേർത്ത് അത് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് കറിവേപ്പിലയും ചേർക്കുക. അതിനുശേഷം നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ആ അരപ്പെടുത്ത് ഈ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ അരപ്പിനകത്തിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അത്തിക്കായും സവാളയും ചേർത്ത് കൊടുക്കാം. ഇതും ഈ അരപ്പിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഇട്ടേക്കുക. അതിലെ വെള്ളത്തിൻ്റെ മയമെല്ലാം പോയതിന് ശേഷം നമുക്ക് ഇത് പാത്രത്തിലാക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതേപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്കിനിയും കാണാം. അതുവരേക്കും ബായ്.